കൊച്ചിൻ ഹനീഫയില്ലാത്ത 16 വർഷങ്ങൾ. വാടക വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറി താരത്തിൻ്റെ ഭാര്യയും ഇരട്ട കുട്ടികളും. ദിലീപിൻ്റെ സഹായം വേണ്ടുവോളം. പഞ്ചാബി ഹൗസിലെ മുതലാളി ഇന്നില്ല. എന്നാൽ രമണനും രമണൻ്റെ ജപജപനായ ഉണ്ണിയും നിറഞ്ഞുനിന്ന് പാലുകാച്ചൽ കർമ്മം ഭംഗിയായി നടത്തി. 16 വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായൊരു വീട്ടിലേക്ക് ചേക്കേറിയതിൻ്റെ സന്തോഷത്തിലാണ് മലയാളികളുടെ പ്രിയനടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്ന പേരിലുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ 16 വർഷമായി വാടക വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കഴിഞ്ഞിരുന്നത്. പിതാവ് AB മുഹമ്മദിൻ്റെ പേരിലാകണം തൻ്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. 5 ബെഡ്റൂം ഉൾപ്പെടുന്നതാണ് 3 നില വീട്. ഹനീഫയുടെ ഓർമ്മകൾ നിലനിർത്തിയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ലഭിച്ച അംഗീകാരങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൊച്ചിൻ ഹനീഫയുടെ ഇരട്ട കുട്ടികളായ സഫയും മർവയുമാണ് രൂപകൽപ്പന. വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ നടൻ ദിലീപ്, ഹരിശ്രീ അശോകൻ തുടങ്ങി നിരവധി താരങ്ങൾ പങ്കെടുത്തു. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ സ്വന്തം വീടൊരുക്കണമെന്നത് കൊച്ചിൻ ഹനീഫയുടെ സ്വപ്നമായിരുന്നു. എന്നാൽ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിൻ ഹനീഫ വിട വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ചില നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മക്കൾക്ക് 18 വയസ്സായതോടെ ആ സ്വത്തുക്കളിലെ നിയമപ്രശ്നങ്ങൾ അവസാനിച്ചുവെന്നും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വീട് പണിയാൻ കഴിഞ്ഞെന്നും ഭാര്യ ഫസീല മാധ്യമങ്ങളോട് പറഞ്ഞു. ഹനീഫയുടെ കുടുംബത്തിന് ആവശ്യഘട്ടങ്ങളിൽ താങ്ങും തണലുമായി എത്തിയത് നടൻ ദിലീപായിരുന്നു. സഹായത്തിനായി ആർക്കു മുന്നിലും കൈനീട്ടാത്ത കൊച്ചിൻ ഹനീഫയുടെ സ്വഭാവം അറിയാമായിരുന്ന ദിലീപ് കുടുംബത്തിന് സ്ഥിര വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിരുന്നു. ഹനീഫയുടെ ഇന്നോവ കാർ തൻ്റെ സെറ്റുകളിൽ ഓടിക്കാൻ നടൻ ദിലീപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം കുടുംബത്തിന് 16 വർഷമായി ലഭിക്കുന്നുണ്ടായിരുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.